iPhone 16 ഇറങ്ങാൻ പോവാണ്. പക്ഷേ മുസ്ലിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? AI ഉപയോഗിക്കൽ അനുവദനീയമാണെന്ന് ഖുർആനിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിദിനം ആഘോഷിച്ചതിന് ഖുർആനിൽ തെളിവുണ്ടോ? മുകളിൽ പറഞ്ഞ ഈ 3 കാര്യങ്ങളും ഞാൻ ചെയ്യും, അത് അനുവദനീയമാണെന്ന് മാത്രമല്ല ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതുമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ചില പാവങ്ങളെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. ഓർക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സൽപ്രവർത്തനങ്ങളും വലിയ നന്മയായി അള്ളാഹുവിങ്കൽ വിലയിരുത്തപ്പെടും. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നമുക്ക് പറയുവാനുള്ളത് ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൂട്ടിയ ഒരു അനാചാരം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. അതിന് മുന്നോടിയായിക്കൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം ഇവിടെ നിന്ന് സൂചിപ്പിച്ച് പോവുകയാണ്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഓഫീസിൽ വെച്ചുകൊണ്ടാണ്. അഡ്വർടൈസിങ് കമ്പനിയുടെ ഒരു ഓഫീസാണ്, അവിടെ വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്ന് പറയുവാനുള്ളത്, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, 2 ദിവസം മുമ്പേ പറയാൻ വിട്ടുപോയതാണ്. എനിക്ക് കുറച്ച് പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, 10,000 രൂപയ്ക്ക് അടുത്തുള്ള ഒരു സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നു. ആ പൈസ അയച്ചു തന്നത് എന്നെ അറിയുന്ന, എനിക്ക് ഇതിനു മുമ്പേയും സമയത്തും പലതരത്തിൽ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ മൈക്ക് വാങ്ങിത്തന്ന, അതല്ലാതെ തന്നെ അദ്ദേഹം പലതവണ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് എന്നറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ നിന്നു പോകുമോ എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റീച്ച് കുറവും, അത് യൂട്യൂബിൻ്റെ അൽഗോരിതമാണ് അതിന് മെയിൻ കാരണം. മറ്റൊന്ന്, ചില തൽപര കക്ഷികളുടെ കുൽസിത പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് വളരെ റീച്ച് കുറവുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റീച്ച് കുറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്, കുറേയേറെ സമയവും അതുപോലെയുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അത് ആളുകൾ വളരെ കുറവാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമം, അതാണ് ഏറ്റവും മെയിൻ. മറ്റൊന്ന്, നമുക്ക് മുന്നോട്ട് പോകുവാൻ പല പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ വീഡിയോ എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്നൊരു സമയമാണ്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. ഇവിടെ ഒരു മുസ്ലിയാർ പറഞ്ഞത്, iPhone 16 ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്, iPhone 16 ഉപയോഗിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? അതുപോലെ തന്നെ AI സംവിധാനം ഇപ്പോൾ പല ആളുകളും യൂട്യൂബിലും അതുപോലെ തമ്പനെയിൽ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ AI സംവിധാനം ഉപയോഗിച്ചിട്ടില്ല. സത്യത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തതുകൊണ്ടാണ്. AI സംവിധാനം ഉപയോഗിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്നൊക്കെയാണ് ആ മുസ്ലിയാർ ചോദിക്കുന്നത്. AI 16 എനിക്ക് തോന്നുന്നത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 17 ആണ് തോന്നുന്നു ഇറങ്ങാനുള്ളത്, കറക്റ്റായിട്ട് അറിയില്ല. കാര്യം ഞാനിതുവരെയും ഐഫോൺ ഉപയോഗിച്ചിട്ടില്ല, ആൻഡ്രോയിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ ആയിരിക്കാം. ഇത് 2-3 സഹോദരന്മാർ ഇപ്പോൾ അയച്ചു തന്നിരുന്നു. നിഷാദ് മുണ്ടേരിയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഇതുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐഫോൺ ഉപയോഗിച്ചിട്ടില്ല, അത് കാരണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആനിൽ അതിന് തെളിവുണ്ടോ എന്നാണ് ഒരു ചോദ്യം. അതുപോലെ AI സംവിധാനം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടില്ല, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല, നമുക്കത് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പൊന്നു സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റൊട്ടിയാണ് ഭക്ഷിച്ചിരുന്നത്, നിങ്ങൾ ചോറ് തിന്നുന്നില്ലേ? നിങ്ങൾ ചോറ് തിന്നുന്ന ആ ബുദ്ധിക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷം മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അന്നില്ലാത്ത പല കാര്യങ്ങളും നമുക്കിന്ന് അവൈലബിളാണ്. പല നൂതന സാങ്കേതിക വിദ്യകളും നമുക്കിന്ന് അവൈലബിളാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ റസൂലുള്ള ഹജ്ജിന് പോയിട്ടുണ്ടോ? ട്രെയിനിൽ റസൂലുള്ള ഹജ്ജിന് പോയിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിനുത്തരം പറയാൻ കഴിയില്ല. കാര്യം പണ്ട് കാലത്ത് അന്ന് ഇല്ലാത്ത പലതും ഇന്നുണ്ട്. അത് ഹറാമല്ലാത്ത കാര്യങ്ങൾ ആ ഒരു നിലയ്ക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇത് പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല, എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ തന്നെ കുറേ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറൊരു മുസ്ലിയാർ, അദ്ദേഹം ഇതും കഴിഞ്ഞ വർഷം പറഞ്ഞാണെന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹം തെളിവാണ് തരികയാണ്. ഇവിടെ
AI അതുപോലെ ഐഫോണും ഒക്കെ തെളിവാക്കുമ്പോൾ മറ്റൊരു മുസ്ലിയാർ ഖുർആനിൽ നിന്ന് ഇത് ഖുർആനിൽ ഉണ്ടോയെന്നല്ലേ ചോദിച്ച് മറ്റൊരു മുസ്ലിയാർ കുട്ടി അത് ഖുർആനിൽ തെളിവുണ്ട് എന്നാണ് പറയുന്നത്. AIക്കല്ല കേട്ടോ, അല്ലെങ്കിൽ ഐഫോണിനല്ല, വേറെ തെളിവുകൾ നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചിരുന്നു. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, ഇവിടെ ഇനി വരുന്ന ആ ആയത്ത് കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ നമുക്ക് ആ സൗണ്ട് പുറത്ത് കൊണ്ടുവരാൻ കഴിയില്ല. കോപ്പിറൈറ്റ് ആ ഒരു ഓഡിയോക്ക് കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണുക ആ ഒരു ആയത്ത് മാത്രമായിരിക്കും എന്നുള്ളത് പറയുന്നു. ആയത്ത് ഖിറാഅത്ത് ഉണ്ടാവില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പറയട്ടെ. നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. ഈ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുൻപ് പരാമർശിച്ചതൊക്കെ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചായിരുന്നു. കൂടുതൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളതും ആ ഒരു റഹ്മത്ത് എന്നുള്ളത്, അതുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ സംബന്ധമായിട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അല്ലെങ്കിൽ റസൂലുള്ള ഭൂജാതനായ ആ ഒരു കാര്യം കൊണ്ടാണ് എങ്കിൽ അവിടെ മുസ്ലിയാർ കുട്ടി താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് ആദ്യം കേട്ടത് ആരാണ്? ആ ആയത്ത് ആദ്യം കേൾക്കുന്നത് സ്വഹാബത്തെ കിറാമാണ്. ആ സ്വഹാബത്തെ കിറാം എന്തുകൊണ്ട് അത് ആഘോഷിച്ചില്ല? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അത് കഴിഞ്ഞ് സ്വഹാബത്തിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ട താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അഇമ്മത്തിൻ്റെ ഉലമാക്കൾ ആരൊക്കെയാണത്? ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇതുപോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിത കേസരികൾ അവർ നിലപാട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, നിങ്ങളത് ആഘോഷിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവരത് ആഘോഷിച്ചിട്ടുമില്ല. അപ്പോൾ അവർക്കൊന്നും അറിയാത്ത ആ ഒരു സന്തോഷവും ആഘോഷവും നിങ്ങൾ എവിടെ നിന്നാണ് എടുത്തു കൊണ്ടുവരുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, കേൾക്കാം. ഇന്ന് എൻ്റെ സാധാ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലാത്തത് കാരണം കൊണ്ട് ഞാൻ ആ കൈയുത്തിയിരിക്കുന്നതൊന്നും അല്ലാത്തത് കൊണ്ട് എനിക്ക് തന്നെ എന്തോ ഒരു ഇതുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹോദരന്മാർ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് കേൾക്കാം. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, ആ റഹ്മത്ത് എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം ഖുർആനിൽ തന്നെ മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നബി. ശരി, ഈ ലോകത്തിന് റഹ്മത്തായിക്കൊണ്ട് മാത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. സംശയമില്ല, അതിൽ ആർക്കാണ് സംശയമുള്ളത്? ഇസ്ലാമിക വീക്ഷണത്തിൽ മുസ്ലിങ്ങളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അംഗീകരിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അതെന്താണെന്ന് മനസ്സിലാക്കുകയും ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും പറയുമോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അനുഗ്രഹമായിട്ടല്ല വന്നിട്ടുള്ളതെന്ന്? അനുഗ്രഹമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂലോകത്ത്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. ആ പ്രവാചകനെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാനവരിൽ മഹോന്നതനായ ലോകത്തിൻ്റെ നായകൻ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുകയാണെങ്കിൽ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടാണ്. അതിൽ സംശയമില്ല മുസ്ലിയാർ കുട്ടി. എന്നാൽ താങ്കളും താങ്കളെപ്പോലെയുള്ള ആളുകളും പറയണം, ഈ സന്തോഷം ആഘോഷിക്കണമെന്ന് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? ഈ സന്തോഷം ആഘോഷിക്കണമെന്നുള്ള ഈ ആയത്ത് ആദ്യമായി കണ്ട സഹാബത്തെ കിറാമ് അവരെന്തുകൊണ്ട് ആഘോഷിച്ചില്ല? അവർ എങ്ങനെയാണ് അത് ആഘോഷിച്ചത്? അതിൻ്റെ സുന്നത്ത് എന്തൊക്കെയാണ്? ഇതൊന്നും അറിയാതെ പറഞ്ഞു പോകുന്ന നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കേൾക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ അവിടുത്തെ ഉമ്മത്ത് അള്ളാഹു പറഞ്ഞ ആ റഹ്മത്തിൽ എന്നും സന്തോഷിക്കേണ്ടവരാണ്. അതിന് നബിദിനമോ റബീഉൽ അവ്വലോ ആവേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ. ഈ ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രമുള്ള ഈ ആഘോഷവും ആർഭാടവും അതുപോലെ അത് സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളും അതൊരു വർഷത്തിൽ ഒരു ദിവസത്തേക്ക് മാത്രം ചുരുക്കിക്കൊണ്ട് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ദിവസം മുഴുവൻ 365 ദിവസവും അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഒരു വർഷം മുഴുവൻ നാം
സന്തോഷിക്കേണ്ടത് ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ടാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു കാര്യമാണോ നമ്മെ പഠിപ്പിച്ചത് അത് അതേപടി അനുഷ്ഠിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ദിവസത്തേക്ക് മാത്രമായിക്കൊണ്ട് അല്ലെങ്കിൽ അതോടനുബന്ധമായിക്കൊണ്ട് 1, 2, 3 അല്ലെങ്കിൽ 10 ദിവസങ്ങൾ, ആ ഒരു ദിവസത്തേക്ക് മാത്രമായിക്കൊണ്ടുള്ള ഈ ആഘോഷങ്ങൾ, ഈ സന്തോഷം, ഇത് ആരാണ് പഠിപ്പിച്ചത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അവിടെയല്ലേ നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ വന്നത്, അഭിപ്രായ ഭിന്നതകൾ വന്നത്, തെറ്റ് സംഭവിച്ചത് ചിലർക്കെങ്കിലും. അദ്ദേഹം പറയട്ടെ, നമുക്ക് പൂർത്തീകരിക്കാം. എന്നും നമ്മൾ സന്തോഷിക്കണം. ആ റഹ്മത്ത് നമുക്ക് ഇറങ്ങിയ മാസം എന്ന നിലക്ക് നബി സ്നേഹികൾക്ക് റബീഉൽ അവ്വൽ എന്ന മാസത്തിൽ കൂടുതൽ സന്തോഷം വരും. അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. റസൂലിന്റെ മദ്ഹ് പാടും, പറയും, ഭക്ഷണം വിതരണം ചെയ്യും. ഇതിൽ വിമർശിക്കുകയല്ല വേണ്ടത്. കാരണം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസ് അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റു ഏതൊരു മനുഷ്യനേക്കാൾ എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. അപ്പോൾ അത്ര ഉള്ള കാര്യങ്ങൾ പ്രിയമുള്ളവരെ. ഇവിടെ നബിദിനം ആഘോഷിക്കാമോ, ഖുർആനിൽ തെളിവുണ്ടോ എന്നുള്ളതാണ്. ആ ഖുർആനിലെ തെളിവാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ആ ഖുർആനിലെ തെളിവ് ഈ 21-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ 20-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾക്കാണ് മനസ്സിലായത് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമുള്ളത്. കാര്യം എന്താണെന്നറിയോ? ഈ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ദുബായിൽ ലീവുണ്ട്, വേറെയുള്ള ഭാഗത്ത് ലീവുണ്ട് എന്നൊക്കെ പറയും. അവിടെയൊക്കെ ഈ കാര്യങ്ങൾ ആഘോഷിക്കുന്ന ഷിയാക്കളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ലീവും അനുവദിച്ച് നൽകാറുണ്ട്. അവിടെ ആ ഒരു അർത്ഥത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായ സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അന്ന് ലീവും ഇല്ല, ആഘോഷങ്ങളും ഇല്ല. ഇനിയിപ്പോൾ ലീവ് അനുവദിക്കുന്നു എന്ന് പറയുന്ന UAE എവിടെയെങ്കിലും ഇതുപോലെ നബിദിനം ആഘോഷിച്ചുകൊണ്ട്, അത് ആർമാദിച്ചുകൊണ്ട്, അതിന് കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും നടക്കാറില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനുൽ ഇസ്ലാം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയത് എന്താണോ അത് മാത്രമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിൽ കൊണ്ടുവന്നുകൊണ്ട് അത് അനുഷ്ഠിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. ബിദ്അത്ത് നല്ലതുണ്ട്, ചീത്തയുണ്ട് എന്നൊക്കെ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരുടെ പേരിലൊന്നും ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഇവർ തന്നെ പറയാറുണ്ട്. എന്നിട്ട് പുണ്യപ്രവാചകൻ്റെ പേരിൽ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണ് ഇവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പല കാര്യങ്ങളും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാതെ, പ്രാവർത്തികമാക്കാതെ, അനുഷ്ഠിക്കാതെ ഒക്കെയാണ് ഈ ആളുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പഠിപ്പിക്കാത്തൊരു കാര്യം, സഹാബത്തെ കിറാമത്തിനോ അതുപോലെ താബീയങ്ങൾക്കോ തഅബു താബീയങ്ങൾക്കോ ഒന്നും അറിയാത്ത ഒരു ആചാരം, അനുഷ്ഠാനം, പുത്തനാചാരം അത് കൊണ്ടുവരുന്നത്. ഈ പറയപ്പെട്ട ആളുകളിൽ എത്ര പേർക്ക് ഇന്ന് ഫാഷൻ്റെ ഭാഗമായിട്ടല്ലാതെ താടി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? റസൂലുള്ള താടി വെച്ചിരുന്നു, ഞാൻ ആ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നുണ്ട്, അത് അതേപടി എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെന്ന് എത്ര ആളുകൾ ആ ഒരു കാര്യം എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട്? വസ്ത്രധാരണത്തിൽ, അതുപോലെ ജീവിത ശൈലിയിൽ, മറ്റു കാര്യങ്ങളിൽ അവിടെയെല്ലാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിന് വിരുദ്ധമായിക്കൊണ്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ട് ഈ ഒരു ദിവസം വരുമ്പോൾ വഹാബികളെ നിങ്ങളെ ഞങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. ഇത് സംബന്ധിച്ച് കുറേ വീഡിയോകൾ പറഞ്ഞതാണ്. ഇന്ന് ഞാൻ പറഞ്ഞു എൻ്റെ സാധാരണ ഒരു ശൈലിയിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും ആ രണ്ടാൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് സംബന്ധമായിക്കൊണ്ട് ഇനിയും ഇൻഷാ അല്ലാഹ് വീഡിയോകൾ വരാനുണ്ട്. കൂടുതൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറയാം എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.